ഹായ് നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെയറിലോ അതല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ടീപ്പോയിലോ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 വ്യായാമങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങളുടെ ബോഡി ഫ്ലെക്സിബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. കിടന്നുകൊണ്ടും നിന്നുകൊണ്ടൊക്കെ വ്യായാമം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു 5 വ്യായാമങ്ങൾ പരിശീലിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഇതാണ്. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, നട്ടലൊക്കെ നിവർത്തി, അതിനുശേഷം കൈകൾ ഇതേപോലെ നിങ്ങൾക്ക് ഉയർത്താം. വളരെ സാവധാനം താഴോട്ട് കൈ കൊണ്ടുവന്ന് ഫ്ലോറിൽ നിങ്ങൾ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ ഫ്ലോറിൽ മാക്സിമം ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത് നിങ്ങളുടെ ലോവർ ബാക്കിനൊക്കെ വളരെ നല്ല ഒരു വ്യായാമമാണ്. അതിനൊക്കെ തന്നെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. നിങ്ങൾക്ക് ഒരു 15 പ്രാവശ്യം ഈ ഒരു വർക്കൗട്ട് ആവർത്തിക്കാം. അപ്പം ഈ ഒരു വർക്കൗട്ടിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ നമ്മുടെ ആപ്സിനും കിട്ടുന്നുണ്ട്. നമ്മുടെ ആപ്സിനൊക്കെ ഫാറ്റ് കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വ്യായാമം കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 15 പ്രാവശ്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ദിവസേന ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഇതെല്ലാം തന്നെ. പ്രത്യേകിച്ച് ഇത് സ്ത്രീകൾക്കും പ്രായമായ ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന വ്യായാമങ്ങളാണ്. കാരണം ജമ്പിങ്ങുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. അപ്പം രണ്ടാമത്തെ വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നട്ടല് നിവർത്തി തന്നെ ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, കൈകൾ ഇതേപോലെ നിങ്ങൾക്ക് ഉയർത്താം, ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയർത്താം. അതിനുശേഷം ഇതേപോലെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കാലിൽ തൊടുവാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ നിങ്ങളുടെ കാല് ഒരല്പം വൈഡ് ചെയ്ത് വെക്കുക, ഞാൻ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ. അതിനുശേഷം ഇതേപോലെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കാലിൻ്റെ നിഴലിൽ തൊടുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ പൂർവ്വസ്ഥിതിയിലോട്ട് വരിക, അടുത്ത കാലിൽ ഇതേ കണക്ക് തൊടുക. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വർക്കൗട്ടും നിങ്ങൾക്ക് ഒരു 15 പ്രാവശ്യം ആവർത്തിക്കാം. 15 റെപ്സ് നിങ്ങൾക്ക് ചെയ്യാം. വളരെ സാവധാനമായിരിക്കണം നിങ്ങൾ ഈ വ്യായാമങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടത്. ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സ്ലോവിൽ, ഞാൻ ഈ ചെയ്ത് കാണിക്കുന്ന പോലെ തന്നെ വളരെ സ്ലോവിൽ ചെയ്യുക. കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുകയുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ വ്യായാമത്തിലോട്ട് പോകാം. മൂന്നാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാലുകൾ ഇതേപോലെ വൈഡ് ചെയ്ത് വെക്കാം, അകത്തി വെക്കാം. അതിനുശേഷം കൈകൾ അപ്പ് ചെയ്യുക, ഉയർത്തിപ്പിടിക്കുക. ഇതേപോലെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, വീണ്ടും പഴയ പൊസിഷൻ. ഫ്രണ്ടിലോട്ട് വന്ന് താഴെ മുട്ടിക്കുക, ബാക്കിലോട്ട് കൊണ്ടുപോവുക, പിന്നെ നിങ്ങളുടെ ഫിംഗറിൽ തൊടുക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വ്യായാമം. ഇത് നിങ്ങൾ 15 പ്രാവശ്യം ആവർത്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യായാമങ്ങളെല്ലാം തന്നെ നിങ്ങളെ ആ നട്ടല് ഭാഗത്തിന് ബലം കൂട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. നിങ്ങളുടെ വയറിൻ്റെ പേശികൾക്ക് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഹിപ്പ് മസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ നിങ്ങൾ ഒരു 15 പ്രാവശ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. ഇതാണ് മൂന്നാമത്തെ വ്യായാമം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നിങ്ങൾ പതിയെ പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ കൂടുതലായിട്ടൊന്നും ജമ്പ് ചെയ്യേണ്ട, അതിനൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതിയാകും. അപ്പം അടുത്ത വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാല് വൈഡ് ചെയ്ത് ഇതേപോലെ ഇരിക്കാം. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യാം. കൈ പതുക്കെ ഓപ്പോസിറ്റ് ഭാഗത്തോട്ട് കൊണ്ടുപോവുക. ഓപ്പോസിറ്റ് കാലിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുപോയി തൊടുക. അതിനുശേഷം തിരിച്ച് അടുത്ത ഭാഗത്തോട്ട് കൊണ്ടുവരിക. കൈ ഇതേപോലെ നിവർന്ന് ബാക്കിലോട്ട് പോവുക. ഇതൊക്കെ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്ന വ്യായാമങ്ങളാണ്. അപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ നാലാമത്തെ വ്യായാമം. അഞ്ചാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഇതേപോലെ നിങ്ങൾക്കിരിക്കാം. അതിനുശേഷം ഇങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഒരു കൈ പതുക്കെ ഇതേപോലെ തലയുടെ മേളിലോട്ട് ഉയർത്തി സൈഡിലോട്ട് കൊണ്ടുപോവുക. ഇതേപോലെ കണ്ടില്ലേ? അതേപോലെ തന്നെ നമ്മുടെ അടുത്ത കൈ താഴോട്ടും കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ ചെയ്യുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇതേപോലെ ഇതും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും അതിനൊക്കെ നിങ്ങളുടെ ഹിപ്പ് മസിലിനൊക്കെ, അതിന് ഹിപ്പിൻ്റെ ഭാഗത്ത് ആ ഒരു പേശികളെയൊക്കെ ശക്തിപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. അപ്പം ഇതാണ് നമ്മുടെ 5 വർക്കൗട്ടുകൾ. നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ മാത്രമാണ് നമ്മുടെ ചാനലുകൾ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.